ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചാണ് ബി.ജെ.പി. ജയിച്ചതെന്ന ആരോപണം പുതിയതല്ല. എന്നാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്റെ ആരോപണം കഴിഞ്ഞ ദിവസം ആവർത്തിച്ചത് കണക്കുകൾ സഹിതമാണ്. വോട്ടർ പട്ടികയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബി.ജെ.പിയും ചേർന്ന് വലിയ തോതിൽ തിരിമറി നടത്തിയിട്ടുണ്ട്. കള്ളവോട്ടിലൂടെയാണ് ബി.ജെ.പി. ജയിച്ചതെന്നാണ് രാഹുൽ ഉന്നയിച്ച ആരോപണം. ഉദാഹരണമായി ബംഗളൂരു സെൻട്രൽ ലോക്സഭാ മണ്ഡലത്തിലെ കണക്കുകളും അദ്ദേഹം നിരത്തുന്നു. അവിടെ 8 അസംബ്ലി മണ്ഡലങ്ങളിൽ 6ലും കോൺഗ്രസ് ലീഡ് ചെയ്തു. മഹാദേവപുരം മണ്ഡലത്തിലെ മാത്രം ലീഡ് കൊണ്ടാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥി ജയിച്ചത്. മഹാദേവപുരയിൽ ആകെ 6.5 ലക്ഷം വോട്ടുകളാണുള്ളത്. അതിൽ 1,250,000 കള്ളവോട്ടുകളാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഒരാൾക്ക് പല ബൂത്തുകളിലായി ഒന്നിലധികമായി 11,965 വ്യാജ വിലാസത്തിലോ ഇല്ലാത്ത വിലാസത്തിലോ ചേർത്തിരിക്കുന്ന 40,009 ഒരേ അഡ്രസ്സിലും ഒറ്റമുറി വീടുകളിൽ ഡസൻ കണക്കായും 10,452 ശരിയായ ഫോട്ടോ ഇല്ലാത്തതോ ഫോട്ടോ തീരെ ഇല്ലാത്തതോ ആയ 4,132 കന്നി വോട്ടർമാരായി 80-90 വയസ്സുകാരുടെ 33,692 വോട്ടുകൾ എന്നിങ്ങനെ 5 തരത്തിലാണ് കള്ളവോട്ടുകൾ ചേർത്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ രേഖകൾ 6 മാസമെടുത്ത് വിശകലനം ചെയ്താണ് ഈ കണക്കുകളിൽ എത്തിയത് എന്നും അദ്ദേഹം പറയുന്നു. ഗുരുതരമായ ഈ ആരോപണത്തെ അസംബന്ധ വിശകലനമെന്ന് വിളിച്ച് ലഘൂകരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതിന് രാഹുൽ ഗാന്ധി രാജ്യത്തോട് മാപ്പ് ചോദിക്കണമെന്ന വിചിത്രമായ ആവശ്യവും കമ്മീഷൻ ഉന്നയിക്കുന്നു. രാഹുൽ ഗാന്ധി ഉന്നയിച്ച കാര്യങ്ങളിൽ പരിപൂർണമായി വിശ്വസിക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നടത്തിയ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ രേഖാമൂലം പരാതി കൊടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. അങ്ങനെ പരാതി കൊടുത്തില്ലെങ്കിൽ ആരോപണങ്ങളിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ലെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ വിഷയത്തിൽ അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതികരണം ഇങ്ങനെയാണ്: നിയമപ്രകാരമുള്ള പദവിയാണ് പ്രതിപക്ഷ നേതാവിൻ്റേത്. ആ പദവിയിലിരിക്കുന്ന ഒരാൾ പരസ്യമായി ഉന്നയിക്കുന്ന ആരോപണം പരിഗണിക്കണമെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണമെന്നുള്ള വിചിത്രവാദം അരിയാഹാരം കഴിക്കുന്നവർക്ക് ദഹിക്കുന്നതല്ല. ഇതിനു മുമ്പും രാഹുൽ ഉൾപ്പെടെ പ്രതിപക്ഷം കമ്മീഷനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊക്കെ എഴുതി കൊടുക്കാതെ തന്നെ കമ്മീഷൻ പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കമ്മീഷന്റെ പട്ടികയിൽ കള്ളത്തരമുണ്ട് എന്ന് തെളിവുകൾ സഹിതം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ ഉരുണ്ടു കളിക്കാതെയും സാങ്കേതികതയുടെ പേര് പറഞ്ഞ് ഒഴിഞ്ഞു മാറാതെയും ന്യായമായ വിശദീകരണത്തിന് കമ്മീഷന് ഉത്തരവാദിത്തമുണ്ട്. അതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ബീഹാറിൽ ഇപ്പോൾ നടക്കുന്ന പ്രത്യേക വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിലെ ആരോപണങ്ങൾക്ക് അനുകൂലമായി രാഹുലിന്റെ കണ്ടെത്തൽ മാറുമെന്ന ഭയം ഭരണ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. പ്രത്യേക തീവ്ര പരിശോധന പിൻവാതിലിലൂടെ NRC കൊണ്ടുവരാനുള്ള നീക്കമാണ് എന്നത് ജനാധിപത്യ വിശ്വാസികളുടെ ന്യായമായ ഭയമാണ്. അതിനെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാൻ കഴിയാത്തത് കൊണ്ട് സത്യം മൂടിവെക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തോട് കാണിക്കുന്ന നീതികേടാണ്. കുറഞ്ഞ സമയം കൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടും താൽക്കാലിക ജോലിക്ക് പുറത്തുപോയവരെ ഒഴിവാക്കിക്കൊണ്ടും ആധാർ കാർഡും റേഷൻ കാർഡും തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് പോലും അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തതുമാണ് ബീഹാറിൽ കമ്മീഷന്റെ നടപടികൾ. നിങ്ങൾ പറയുന്ന രേഖകൾ ഈ സമയത്ത് സംഘടിപ്പിക്കാൻ തനിക്ക് പോലും സാധിക്കില്ല എന്ന് കേസ് കേൾക്കവേ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജി തന്നെ പറഞ്ഞിരുന്നു. അന്യായമായി വോട്ടവകാശം നഷ്ടപ്പെട്ട 15 പേരെ ഹാജരാക്കൂ, ബാക്കി തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും കോടതി പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതിനിടയിലാണ് കമ്മീഷന്റെ കള്ളക്കളികൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നത്. മരിച്ചുപോയവരും നാടുവിട്ടുപോയവരുമായ ചിലരുടെയൊക്കെ പേരുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാവുക സാധാരണമാണ്. എന്നാൽ 15% വോട്ടുകൾ ആ കാറ്റഗറിയിൽ വരണമെങ്കിൽ പിന്നിൽ വ്യക്തമായ ആസൂത്രണം ഉണ്ടായിരിക്കണം. ഇക്കാര്യം വിശദീകരിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെരഞ്ഞെടുപ്പുകൾ മോഷ്ടിച്ച് ജനാധിപത്യം അട്ടിമറിച്ചതാണെങ്കിൽ ചെയ്തവർക്ക് മാപ്പില്ല. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായത് ചെയ്യുക തന്നെ വേണം.